ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം വരുന്നത്, SSLC റിസൾട്ട് വരുന്നത് മെയ് 20-നാണോ എന്ന് ഒരുപാട് കുട്ടികൾ സംശയം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ ചോദിക്കേണ്ട ഒരു കാരണമുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പറയാം. അതിന് മുന്നേ SSLC റിസൾട്ടിനെ കുറിച്ചിട്ടും പേപ്പർ വാലേഷനെ കുറിച്ചിട്ടും പ്ലസ് 1 അഡ്മിഷനെ കുറിച്ചുമുള്ള വിവരങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SSLC പേപ്പർ വാലേഷൻ ക്യാമ്പിലെ വിവരങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് പേപ്പർ വാലേഷൻ, അതിനെക്കുറിച്ച് എല്ലാം പറയുന്നൊരു വീഡിയോ ഇതിനോടകം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണുകയും ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഈ വർഷത്തെ SSLC റിസൾട്ട് വരാൻ പോകുന്നത് മെയ് 20-നാണോ എന്ന്. അങ്ങനെ അവർ സംശയം ചോദിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഗൂഗിളിൽ നമ്മളെല്ലാ കാര്യങ്ങളും ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ, അതായത് കേരള SSLC റിസൾട്ട് 2024 എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ റിസൾട്ട് ഡേറ്റ് എന്നാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ഒരു റിസൾട്ട് അതാണ്. എന്താ? മെയ് 20-ന് പരീക്ഷാഫലം വരുന്നുവെന്നാണ് ആ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കുന്നത്. അതും കേരള പരീക്ഷാ ഭവൻ .in എന്ന് പറയുന്നൊരു വെബ്സൈറ്റിലാണ് അങ്ങനെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളത് വിശ്വസിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കൃത്യമായ വിവരം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മെയ് 20-ന് SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കും എന്ന് വിദ്യാഭ്യാസ വകുപ്പ് എവിടെയും തീരുമാനിച്ചിട്ടില്ല. SSLC റിസൾട്ട് ഡേറ്റ് അങ്ങനെ വളരെ മുൻകൂട്ടി പറയുന്നൊരു പരിപാടിയുമില്ല. റിസൾട്ട് വരുന്നതിൻ്റെ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ, 3-4 ദിവസങ്ങൾക്ക് മുമ്പേ, 4-5 ദിവസങ്ങൾക്ക് മുമ്പേ മാക്സിമം, അത്ര പോലും ഉണ്ടാവാറില്ല, ഈ സമയത്തൊക്കെ റിസൾട്ടിൻ്റെ ഡേറ്റ് പറയാറുള്ളൂ. അല്ലാതെ വളരെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടൊന്നുമില്ല. വാലേഷനും മറ്റു പരിപാടികളും എല്ലാം കഴിഞ്ഞ ശേഷമേ റിസൾട്ട് ഡേറ്റ് പറയൂ. അതിന് ഇടയ്ക്കൊരു മീറ്റിംഗ് കൂടാനുണ്ട്. അതെല്ലാം കഴിഞ്ഞ് റിസൾട്ട് ഡേറ്റ് അവർ പറയൂ. പിന്നെ നിങ്ങളെല്ലാവരും ചോദിക്കും, പരീക്ഷാഭവൻ്റെ അതൊരു മെയിൻ വെബ്സൈറ്റില്ലേ, അതിലല്ല ഇത് കാണിക്കുന്നത്. നിങ്ങൾ കാണുന്ന പരീക്ഷാഭവൻ, അതായത് കേരള പരീക്ഷാഭവൻ .in എന്ന വെബ്സൈറ്റ് യഥാർത്ഥത്തിൽ ഒറിജിനൽ പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റ് അല്ല. ഒറിജിനൽ പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റ് പരീക്ഷാഭവൻ.kerala.gov.in എന്ന് പറയുന്ന മറ്റൊരു വെബ്സൈറ്റാണ്. നിങ്ങൾ കാണുന്ന കേരള പരീക്ഷാഭവൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് യഥാർത്ഥമല്ല, അത് മറ്റാരോ ഉണ്ടാക്കിയൊരു വെബ്സൈറ്റിൽ അവർ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. മെയ് 20-ന് വരുന്നു എന്നുള്ളതൊക്കെ അതിൽ യാതൊരു സത്യവുമില്ല. അങ്ങനെ ഒരു ഡേറ്റും ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം മെയ് 20-നായിരുന്നു ഫലം പ്രഖ്യാപിച്ചത്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ മെയ് 20-നല്ല, മെയ് 19-നായിരുന്നു റിസൾട്ട് പ്രഖ്യാപിച്ചത്. അതുകൊണ്ടായിരിക്കും അവർ മെയ് 20 എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. അല്ലാതെ ഗവൺമെൻറ് ഇതുവരെ മെയ് 20-നാണോ 15-നാണോ 10-നാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതവർ പറയുന്നത് വരെ ആ ഒരു സൈറ്റിൽ കാണിക്കുന്ന റിസൾട്ടിന് യാതൊരു വാലിഡിറ്റിയും ഇല്ല, യാതൊരു ജെന്യൂനിറ്റിയും ഇല്ല. സോ മെയ് 20-നാണ് റിസൾട്ട് എന്ന് എവിടെയും ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടില്ല. മിക്കവാറും അതിനൊക്കെ മുന്നേ തന്നെ റിസൾട്ട് വരാനാണ് സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.